ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നില്ല, എന്നാൽ അന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് പറയുന്ന വിൻസിയെ പിന്നീട് അതിനുശേഷം വിൻസി വന്നിട്ട് വലിയ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അത് അന്വേഷണവുമായിട്ട് ഞാനും എൻ്റെ കുടുംബം സഹകരിക്കും, ഇന്ന് എന്തായാലും IC ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രഹസനം നടത്തിയിട്ടൊക്കെ പോകുന്ന ഒരു വിൻസിയെ നമ്മൾ കണ്ടതാണ്. അതിന് മുൻപ് ഈ വിഷമിച്ച് അല്ലെങ്കിൽ വലിയ എന്തൊക്കെയോ ഞാൻ വെളിപ്പെടുത്തും, വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും സിനിമയിൽ എന്നൊക്കെയുള്ള വലിയൊരു ആർജവത്തോടു കൂടി വന്ന് ലൈവ് ചെയ്തൊരു വിൻസിയെ നമ്മൾ കണ്ടതാണ്. ഒരു ഫോണും ഇൻ്റർനെറ്റും കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ള രീതിയിലാണ് വിൻസി വന്നേരം സംസാരിച്ചത്. അപ്പോൾ ഷൈനെതിരായിട്ടുള്ള പരാമർശം നടത്തുകയും പിന്നീട് ആ പരാമർശത്തിൽ നിന്ന് തെന്നി മാറുകയും പിന്നീട് ഞാനതൊന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, അത് എന്നെ ആരോ ചതിച്ചതാണെന്നുള്ള രീതിയിലേക്ക് അത് വരുത്തി തീർക്കുകയും പിന്നീട് ഷൈൻ ഈ പറയുന്ന IC ആയിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം ഈ ഷൈൻ ടോം ചാക്കോ കുറ്റസമ്മതം നടത്തി അവസാനം ഷൈൻ ടോം ചാക്കോ പറയുകയുണ്ടായി, അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ്, ഇനി ഞാൻ ജീവിതത്തിൽ ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ വിൻസിക്ക് അങ്ങ് മനസ്സലിഞ്ഞു. അങ്ങനെ വിൻസി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഖേദം പ്രകടിപ്പിച്ച് ഷൈൻ ടോം ചാക്കോ, പരാതിയില്ലെന്ന് വിൻസി. ഒടുവിൽ ലഹരി പരാതിക്ക് ആൻറ്റി ക്ലൈമാക്സ്. അപ്പോൾ ഇതൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ ആരായി? ഇതൊക്കെ